പത്തനംമാറ്റ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഇന്നത്തെ സ്റ്റോറിയിൽ പറയുന്നത് അവന്തികയും നാഗേന്ദ്രനും കൂടി നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ തീരുമാനിക്കുന്നതും പിന്നെ അബിയോടും ജലജയോടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളതെന്നൊക്കെ അവരോട് സംസാരിക്കുന്നതും ജലജയും നാഗേന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടുന്നതും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. അങ്ങനെ പതിവ് പോലെ തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ചിട്ട് അവന്തികയും അച്ഛനും മീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അനന്തപുരി തറവാടിനെതിരെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ്. അവന്തിക അച്ഛനോട് പറയാണ്, അച്ഛൻ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് അവരുടെ ഒരു രോമത്തെ പോലും തൊടാനായിട്ട് നമുക്ക് സാധിച്ചില്ലല്ലോ. ആദ്യം ചെറുതായിട്ടൊന്ന് മൂർത്തിസ് ഗ്രൂപ്പിനെ, മൂർത്തിസ് ജ്വല്ലറിയെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്താനായിട്ട് പറ്റി. പക്ഷേ അതിലും വലിയ രീതിയിൽ മികച്ചതായിട്ടാണ് ഇപ്പോൾ ജ്വല്ലറി മുന്നോട്ട് പോകുന്നത്. ആദർശേട്ടൻ മുംബൈയിലോട്ട് പോയി വന്നതിന് ശേഷം ജ്വല്ലറിയുടെ വളർച്ച അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല അച്ഛ എന്നൊക്കെ പറയണം. അതെ മോളെ, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചത് അന്നത്തെ ആ മുംബൈ ഡീലില്ലേ, കമ്പനികളുമായിട്ടുള്ള ആ ഡീല് നമുക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ഞാൻ അവസാന നിമിഷം വരെ വിചാരിച്ചിരുന്നത്. പക്ഷേ ആദർശിൻ്റെ ആ വലിയൊരു ഇടപെടൽ കാരണം അത് മൂർത്തിസ് ജ്വല്ലറിയെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നയിച്ചു. ആ ഡീല് അവൻ തോറ്റിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളായിരുന്നേനെ ഇന്നത്തെ മാർക്കറ്റിൽ ഫസ്റ്റായിട്ട് ഇടം പിടിക്കേണ്ടി ഇരുന്നത്. പക്ഷേ ആദർശിൻ്റെ ആ ഒരു ഇത് കാരണം, ആദർശിൻ്റെ വലിയൊരു ഇടപെടൽ കാരണം അത് മൂർത്തിസ് ജ്വല്ലറിയെ വമ്പിച്ച ഉന്നതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊന്നും അവരെ തകർക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. മോള് പറഞ്ഞത് ശരിയാണ്, നമുക്ക് അവരുടെ രോമത്തെ പോലും തൊടാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം മോള് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് അവന്തികയോട് പറയാൻ കേട്ടോ. അനന്തപുരി തറവാട് കാണിക്കുമ്പോഴത്തേക്കും ജലജയെ ആരോ ഫോണിൽ വിളിക്കാൻ കേട്ടോ. ജലജ അപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഇത് ആരാണ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് നാഗേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഹലോ എന്ന് വെച്ചിട്ട് നാഗേന്ദ്രൻ ജലജയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് ജലജയോട് പറയാൻ കേട്ടോ. അങ്ങനെ ജലജ ഒരുങ്ങി അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും ഉള്ള ആ ഹോട്ടലിലേക്ക് തന്നെ ജലജയെ അവർ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ആദ്യം തന്നെ നാഗേന്ദ്രൻ അവന്തികയെ മാറ്റുന്നുണ്ട് അവിടുന്ന്. കാരണം നീ ഇപ്പോൾ അമ്മയെ ഇവിടെ വെച്ച് നീ കാണണ്ട എന്ന് പറയാൻ കേട്ടോ. ഞാൻ ആദ്യം അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ജലജയും നാഗേന്ദ്രനും തമ്മിൽ കണ്ട് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ജലജയോട് ഞാനാണ് AN ജ്വല്ലറിയുടെ പിന്നിലുള്ള ആളെന്നൊക്കെ ഇങ്ങനെ ജലജയോട് പറയാൻ കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളി ചാടുകയാണ് അവൾ. എന്നിട്ട് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് എന്തായാലും ഇനി ഞാനും ഉണ്ട്, നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ട്, നമുക്ക് ആ മൂർത്തീസ് ജ്വല്ലറിയെ നമുക്ക് തകർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനി എങ്കിലും എന്നെയും എൻ്റെ മകനെയും ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് വന്നൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അതിനിനിയും സമയം ആയിട്ടില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അവിടെ ചെയ്തു തീർക്കണം, നിനക്ക് സഹായിയായിട്ട് ഒരാൾ കൂടി ഉണ്ട് എന്നിങ്ങനെ പറയണം. അങ്ങനെ ജലജ പറയുന്നുണ്ട്, അബിയുടെ കാര്യമൊന്നും പറയണ്ട, അവനുമായിട്ട് എന്ത് കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അത് ലാസ്റ്റ് ചെന്ന് ചളവായിട്ട് അവസാനിക്കത്തുള്ളൂ എന്നൊക്കെ ജലജ പറയണം. അങ്ങനെ നാഗേന്ദ്രൻ പറയാണ്, അബിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞിട്ട് അവന്തിക ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ശരിക്കും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജലജ അവന്തിക അവിടെ വെച്ച് കണ്ടപ്പോൾ. അങ്ങനെ നാഗേന്ദ്രൻ പറയാണ്, ഞാനാണ് മോളെ അങ്ങോട്ടേക്ക് അയച്ചത് എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അവന്തികയെ അവിടെ വെച്ച് കാണുന്ന ആ ഒരു സമയത്ത് ജലജ ശരിക്കും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ വന്നിട്ട് അമ്മയോടും ചേട്ടനോടൊക്കെ കുറച്ച് ഹാർഷായിട്ടൊക്കെയാണ് സംസാരിച്ചതും ഒക്കെ. അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അങ്ങനെ മോളെ എനിക്കിപ്പോഴാണ് ഇത് സമാധാനം ആയത് എന്നൊക്കെ പറഞ്ഞ് ജലജി അവന്തിക ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ പറയാണ്, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് നയനയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാനായിട്ടുള്ള ശ്രമം ചർച്ച ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ജലജ പറയുന്നുണ്ട്,
ഒന്ന് രണ്ട് തവണയൊക്കെ ഞാൻ നോക്കിയതാണ്, ഞാനൊന്ന് ശ്രമിച്ചതാണ്. പക്ഷെ അതൊക്കെ പാളിപ്പോയി. ഇനി അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ആ കുടുംബത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനവും കാണത്തില്ല. എന്തായാലും ഇനി എനിക്ക് കുറച്ച് ധൈര്യം ഒക്കെ ആയി. ഇനി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോരാമല്ലോ എന്നൊക്കെ നാഗേന്ദ്രനോട് ജലജ പറയാണ് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ പറയാണ്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അവൻ്റെയും ജലജയും കൂടെ എങ്ങനെയെങ്കിലും നയനയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലണമെന്നുള്ള കാര്യം നാഗേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഇനി ജലജ അവൻ്റെക്ക് സപ്പോർട്ട് കൊടുത്തേച്ചാൽ മാത്രം മതി. കാരണം നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതുവരെ ഫ്ലോപ്പായി പോയിട്ടേ ഉള്ളൂ. ഇനി അവന്തിക മോള് നോക്കിക്കോളും. നീ അത് അവൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നൊക്കെ നാഗേന്ദ്രൻ പറയണം. തിരിച്ച് അനന്തപുരി തറവാടിലേക്ക് ജലജയും അവന്തികയും ഒരുമിച്ചാണ് കേട്ടോ എത്തുന്നത്. അങ്ങനെ അവന്തികയും ജലജയും കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നത് കാണുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആഹാ ഇതെന്താ രണ്ടുപേരും ഒരുമിച്ചാണല്ലേ, രണ്ടുപേരും രണ്ടായിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയാണ്, അത് പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണ്, അപ്പോൾ വരുന്ന വഴിക്ക് മോളെ കണ്ടു, അങ്ങനെ മോളെ എന്നെ ഡ്രോപ്പ് ചെയ്തതാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവന്തിക അമ്മയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടതാ എന്നൊക്കെ അവളും ഇങ്ങനെ പറയാണ്. അങ്ങനെ അവന്തികയുടെ കയ്യിലാണെങ്കിൽ നിറച്ച് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത് ഒരുപാടുണ്ടല്ലോ മോളെ എന്നിങ്ങനെ അവന്തികയോട് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ നയനേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ നയനേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുകയില്ലേ, ആ കുഞ്ഞിന് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. ഞാൻ ഇതുവരെ ഒന്നും ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറച്ച് നല്ല ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നയനേച്ചിക്ക് ഇത് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ ദേവയാനി പറയാണ്, എന്തായാലും നല്ല കാര്യം മോളെ, ഇങ്ങത്താ അതൊക്കെ ഞാൻ അവൾക്ക് മോൾക്ക് ഇപ്പോൾ തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ ദേവയാനി പറയാൻ കേട്ടോ. അതൊന്നും വേണ്ട, ഇത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നയനേച്ചിക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തോളാം എന്നിങ്ങനെ അവന്തിക പറയാൻ കേട്ടോ. ദേവയാനി ആണെങ്കിൽ എന്നാൽ മോളുടെ ഇഷ്ടമെന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക ജലജ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജലജ പറയാണ്, മോള് ചെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവന്തിക കൊണ്ടുവന്ന എല്ലാ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് മിക്സിയിലൊക്കെ ഇട്ട് നല്ലൊരു ജ്യൂസൊക്കെ ആക്കി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് ജലജയുടെ കയ്യിൽ നാഗേന്ദ്രൻ കൊടുത്ത ആ ഒരു പൊടി ആ ജ്യൂസിലോട്ട് ഇങ്ങനെ കലർത്തുകയാണ്. ഈ ജ്യൂസ് മോള് തന്നെ കൊണ്ട് കൊടുക്കണം. ചിലപ്പോൾ ഞാനാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അറിയാലോ, എൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല. ഇനി അഥവാ കഴിച്ചാൽ തന്നെ അവൾ ആദ്യം അത് എന്നെ കൊണ്ട് കുടിപ്പിക്കും. അതുകൊണ്ട് മോള് തന്നെ ഇത് കൊണ്ട് കൊടുത്തോന്നിങ്ങനെ അവന്തികയോട് ജലജ പറയാൻ കേട്ടോ. അങ്ങനെ മുറിയിലിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് അവന്തിക ചെല്ലുകയാണ്. നയന ഫോണിൽ കുറച്ച് പാട്ടൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവന്തിക ചെന്നിട്ട് ചേച്ചി നല്ല ഹാപ്പിയിലാണെന്ന് തോന്നുന്നു, പാട്ടൊക്കെ കേട്ട് അങ്ങനെ കിടക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മയും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണെന്ന്, അത് കുഞ്ഞിനുമൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അവൻ്റെക്ക് പിന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ, അതുപോലെ തന്നെ കുഞ്ഞിന് സന്തോഷമായിരിക്കും അമ്മ ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറേ നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ്, ഇത് ചേച്ചി കുടിക്കുന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ ഇപ്പം എൻ്റെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്, ഇപ്പം വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം, മോളത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കെന്നിങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെക്ക് ആണെങ്കിൽ അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ നയനേച്ചി ഈ ജ്യൂസ് കുടിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടത് കുടിപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ആദർശ് ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ നയനയെ. അങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ട്, ഞാൻ മുറിയിൽ വെറുതെ ഇരിക്കുമായിരുന്നു ആദർശേട്ടാ, അപ്പോഴാണ് അവന്തിക മോള് എനിക്ക് വേണ്ടിയിട്ട് ജ്യൂസ് തയ്യാറാക്കി കൊണ്ടുവന്നത് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, അവന്തികയാണോ അത് തയ്യാറാക്കി കൊണ്ടുവന്നത്? അത് കൊള്ളാലോ, എന്നാൽ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുക, നീ ആ മോള് കൊണ്ടുവന്ന ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന ഇങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ നയന എന്നാൽ ശരി ആദർശേട്ടാ ഞാൻ കുടിക്കാം, മോള് എന്നോട് പറയുമായിരുന്നു ജ്യൂസ് കുടിക്കുമെന്ന്, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഞാനത് തിരിച്ചു കൊടുത്തു വിടാൻ പോകുമായിരുന്നു. എന്തായാലും ആദർശേട്ടനും കൂടി
ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇത്രയെങ്കിലും കുടിക്കാമെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന്തിക ഉടനെ തന്നെ ഇത്തിരി നീരസത്തോടെ പറയാണ്, ഓ അപ്പോൾ ആദർശേട്ടൻ പറഞ്ഞാലേ നയനേച്ചി എല്ലാം കേൾക്കത്തുള്ളൂ അല്ലേ, എന്തായാലും ഇത് കുടിച്ചേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ജ്യൂസ് കയ്യിലോട്ട് കൊടുക്കാൻ കേട്ടോ. എന്തോ ആ ഒരു സമയത്ത് കയ്യിൽ നിന്ന് ആ ജ്യൂസ് സ്ലിപ്പായി തറയിലോട്ട് അങ്ങോട്ട് വീഴുന്നതായിട്ട് കാണിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ അവന്തിയുടെ മുഖം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. കാരണം ആ പൊടി കലർത്തിയ ജ്യൂസ് തന്നെ താഴത്തോട്ട് പോയതിൻ്റെ ആ ഒരു വിഷമം അവന്തിയുടെ മുഖത്ത് നല്ലതുപോലെ തന്നെ കാണാം. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് താഴത്തോട്ട് പോയത് എന്തുകൊണ്ടും നന്നായി എന്നുള്ള രീതിയിലാണ് ട്ടോ പ്രേക്ഷകർക്ക് മുന്നിൽ അത് കാണിക്കുന്നത്. അങ്ങനെ നയന പെട്ടെന്ന് അയ്യോ ജ്യൂസ് താഴത്തോട്ട് പോയില്ല, മോൾ എത്ര കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതായെന്ന് ഇങ്ങനെ പറയണം. അങ്ങനെ അവന്തിക അത് കുഴപ്പമില്ല, സാരമില്ല, ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ തന്നെ ആ ജ്യൂസൊക്കെ പൊട്ടിയ ഗ്ലാസും ജ്യൂസൊക്കെ എടുത്ത് കൊണ്ടുപോയി അകത്ത് കൊണ്ട് പിന്നീട് തിരിച്ചു കൊണ്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജലജയാണെങ്കിൽ അവന്തിക വരുന്നത് നോക്കി ഇരിക്കുകയാണ് ജ്യൂസ് കൊടുത്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്.